നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ ചർച്ചയായ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി യഥാർത്ഥമാണോ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ആരാണ് അർഹരാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. 2025 ഒക്ടോബർ 29 മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വനിതകൾക്ക് മാസം 1000 രൂപ പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം എല്ലാ പ്രമുഖ മാധ്യമങ്ങളും വാർത്തയെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ വീഡിയോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ എന്ന തലക്കുറിപ്പ് ഉപയോഗിച്ച് മന്ത്രിമാരായ MP രാജേഷും PA മുഹമ്മദ് റിയാസും ഈ പദ്ധതിയുടെ വിവരങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് ഒരു റൂമേഴ്സ് അല്ല. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സർക്കാർ ഉത്തരവ് സംസ്ഥാനത്തിന്റെ ഫിനാൻസ് വെബ്സൈറ്റിലും ലഭ്യമാണ്. പ്രഖ്യാപനം ഉണ്ടായിരുന്നത് ശരി തന്നെയാണ്. സർക്കാർ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഗവൺമെന്റ് ഓർഡർ പുറത്തും വന്നിട്ടുണ്ട്. അതിനാൽ ഇത്തരം പദ്ധതി ഇല്ല എന്ന ഓൺലൈൻ പ്രചാരണങ്ങൾ നിഷ്പ്രയോജനവും അടിസ്ഥാനരഹിതവുമാണ്. പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ്. മഞ്ഞ റേഷൻ കാർഡ്, അന്ത്യോദയ അന്നയോജന അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ്, ബിലോ പോവർട്ടി ലൈൻ പ്രിയോറിറ്റി കാറ്റഗറി ഇവർക്കാണ് ഈ പദ്ധതിയിൽ മുൻഗണന നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിഭാഗങ്ങളിൽ വരുന്ന ട്രാൻസ് വുമൺമാർക്കും അപേക്ഷിക്കാൻ അർഹരാണ്. ഇതിന് അർഹത അല്ലാത്തവർ ആരെല്ലാം എന്ന് നോക്കാം. വിധവാ പെൻഷൻ നേടുന്നവർ, അവിവാഹിത പെൻഷൻ നേടുന്നവർ, വികലാംഗ പെൻഷൻ നേടുന്നവർ, സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, സർവീസ് അല്ലെങ്കിൽ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ വാങ്ങുന്നവർ, EPF പെൻഷൻ വാങ്ങുന്നവർ, ഇതുപോലെയുള്ള മറ്റ് സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ വീണ്ടും പെൻഷൻ ലഭിക്കുകയില്ല. എല്ലാ ജനങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക. ഇപ്പോൾ പലയിടങ്ങളിലും ചിലർ വ്യാജ അപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്യുകയാണ്. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും തെറ്റായ വിവരങ്ങൾ ഇൻസ്ട്രക്ഷനായി കൊടുക്കുന്നുണ്ട്. പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആധാർ, റേഷൻ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ വ്യക്തിഗത ഡാറ്റ അപരിചിതർക്ക് നൽകാതിരിക്കുക. സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴി മാത്രമേ വിവരങ്ങൾ സമർപ്പിക്കാവൂ. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി യഥാർത്ഥമാണ്. സർക്കാർ ഉത്തരവ് നിലവിലുമുണ്ട്. എലിജിബിലിറ്റി റൂൾസ് വ്യക്തമാണ്. പക്ഷേ വ്യാജ ഫോമുകളും അൺഒഫീഷ്യൽ ക്ലെയിംസും ഒഴിവാക്കുക. ഔദ്യോഗിക സോഴ്സിൽ നിന്ന് മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്